ഇല്ല, പറയുന്നേക്കാൾ ഉപരിയായിട്ട് സിനിമ അതല്ല എന്ന് മാനദണ്ഡം. ഞങ്ങളങ്ങനെ ഒരു 100 CR ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ബെനിഫിറ്റായിട്ടാണ് ഈ പറയുന്ന 100 CR ഒക്കെ വരുന്നത്. അതിന് സന്തോഷം. ഈ ലാലേട്ടൻ ഫാൻ ബോയ് ആദ്യമായിട്ടൊരു നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ചതിൻ്റെ ഒരു മൊമെൻറ്റം എത്രത്തോളമുണ്ട്? നമ്മൾ ഒരുപാട് ലാലേട്ടൻ സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ എല്ലാത്തിനും ഉപരി ഒരു ലാലേട്ടൻ്റെ പഴയ സിനിമകൾ ബ്രഹ്മരം, രസതന്ത്രം എല്ലാം മിക്സ് ചെയ്തിട്ടൊരു എന്താ പറയുക, അങ്ങനെ മിക്സ് അല്ലേ. കാരണം എനിക്ക് ആ സ്ക്രിപ്റ്റ് രഞ്ജിതനാണ് ആദ്യം ഉണ്ടെങ്കിൽ ഇത് പറയണം. അപ്പം ആദ്യം ഞാൻ എൻ്റെ ഫസ്റ്റ് ഹാഫാണ് കേൾക്കുന്നത്. ആ മൊമെൻറ്റിൽ തന്നെ ഒരു കോമൺ മാൻ ഫാക്ടർ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ലാലേട്ടൻ എലിമെൻറ്റുകൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ്. അപ്പോൾ അതാണ് ആദ്യമേ ഇൻട്രസ്റ്റിംഗ് ആയത്. പിന്നെ അതങ്ങനെ ഫാൻ ബോയ്സാണ് എല്ലാവരും. ഈ പറഞ്ഞത് നമ്മളിപ്പം സിനിമ കാണാൻ വരുന്നവരും പോകുന്നവരും ഒക്കെ ലാലേട്ടൻ ഫാൻസാണ്. അപ്പം ഞാനും അതുപോലെ തന്നെ നമ്മളും സിനിമ ലാലേട്ടനെ കണ്ട് വളർന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അത് എനിക്കറിയില്ല, ഇനി അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുമെന്നറിയില്ല, അല്ല അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഇതിലങ്ങനെയൊക്കെ ചേർക്കാനുള്ള എല്ലാ ചേരുവകളും വന്ന് വീണു. അത് പലതും ഓൺ സ്പോട്ടിൽ സംഭവിച്ച കാര്യങ്ങളുണ്ട്, സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഉണ്ടായ കാര്യങ്ങളുണ്ട്, ലാസ്റ്റ് മിനിറ്റിലുണ്ടായ കാര്യങ്ങളുണ്ട്, ഡബിലുണ്ടായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തന്നെ എല്ലാം കൂടി ചേർന്നൊരു മാജിക് സംഭവിച്ചു. ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ. ഇപ്പോൾ നമ്മളെ പഴയ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നതിനും അങ്ങനത്തെ ഒക്കെ ഒരു നന്ദി പ്രകടനം കുറേ ഉണ്ട്. അത് എനിക്ക് എന്നേക്കാൾ കൂടുതൽ ആ താങ്ക് യു അർഹതപ്പെടുന്നത് എൻ്റെ നിർമ്മാതാവിനും. ഇത് ഇത്രയും നാൾ ഒരു 12 വർഷത്തോളം ഈ തിരക്കഥയായിട്ട് കാത്തിനും സുനിലേട്ടനുമാണ് എൻ്റെ യഥാർത്ഥ താങ്ക് യു അറിയിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലാപ്പിൽ കയറി വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന എന്താ പറയുക, സ്നേഹത്തിനെയും കരുതനേക്കാൾ കൂടുതൽ ഇവർ അത്രയും വർഷം അത് കാത്തു സൂക്ഷിച്ച് വെച്ചു. അത് ആ സിനിമയോടുള്ള ആഗ്രഹം വിടാതെ വെച്ചു. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ ലാലേട്ടനൊക്കെ ഒരു കഥ പറഞ്ഞിട്ട് ഏതാണ്ട് 10 വർഷത്തോളമായി. 10 വർഷം ലാലേട്ടൻ അടക്കമുള്ളവർ ഈ സിനിമക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ കാത്തു വെച്ചത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറയുന്ന നന്ദിനേക്കാൾ ഉപരിയായിട്ട് അവരോടാണ് നന്ദി പറയേണ്ടത്. ഇപ്പോൾ കുറച്ച് ഇൻ്റർവ്യൂസിൽ കണ്ടായിരുന്നു ലാലേട്ടൻ്റെ അഭിനയം കണ്ടിട്ട് കട്ട് പോലും വിളിക്കാണ്ട് നോക്കിയിരുന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ആ സീക്വൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം. അതിപ്പോൾ ഞാനത് പറയുന്നില്ല, സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഇന്ന സീനുകളാണെന്ന് ടെക്നീഷ്യൻസ് തന്നെ ഒന്ന് പറയുന്നതോട് എനിക്ക് എതിരഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത് പല സീക്വൻസുകളും ലാലേട്ടൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ എന്നുള്ളതല്ല, ആ സിനിമയിലുള്ള എല്ലാ ആക്ടേഴ്സും അതിനുവേണ്ടി ഭയങ്കരമായൊരു എന്നെ എക്സൈറ്റ് ചെയ്യിച്ച മൊമെൻറ്റുകളൊക്കെ ആ സിനിമയിലുണ്ട്. എസ്പെഷ്യലി ആസ് എ ഫാൻ ബോയ്, ആസ് എ ഡയറക്ടർ, ലാൽ സാർ അങ്ങനെ ചില ഏരിയാസിൽ നമുക്ക് ഭയങ്കരമായ ഗൂസ് ബംസ് ഓൺ സെറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. 100 കോടിയോടൊപ്പം ഒരു പാട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താ ഒരു സന്തോഷം? ഡാൻസ് ആ സമയമായപ്പോഴത്തേക്കും പിന്നെ ബൃന്ദ മാസ്റ്റർ തരുൺ ചെയ്യ് എന്ന് പറഞ്ഞാണ്. അതും പ്ലാൻഡ് അല്ല. ഫസ്റ്റ് ദിവസം ഷൂട്ടിലേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഐഡിയ ഇല്ലായിരുന്നു. രണ്ടാമത് ദിവസം രാവിലെ വന്നപ്പോഴത്തേക്കും ബൃന്ദ മാസ്റ്റർ പറഞ്ഞാൽ തരുൺ അങ്ങോട്ട് കയറി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മാസ്റ്റർ തന്നൊരു ധൈര്യത്തിന് പുറത്ത് പിന്നെ ഒരു അവസരമല്ല, ലാലേട്ടനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന അവസരം മിസ്സാക്കണ്ടെന്ന് എൻ്റെ ഫാൻ ബോയ് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു വില്ലൻ കഥാപാത്രം ചെയ്ത പ്രകാശ് വർമ്മയുടെ ഒരു ക്യാരക്ടർ. ഈ കഥാപാത്രം ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കാസ്റ്റിംഗിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു മൊമെൻ്റ് എങ്ങനെയായിരുന്നു? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു ആക്ടർ വേണമെന്നുണ്ടായിരുന്നു. അയാൾക്ക് സ്ഥിരമായിട്ട് കാണുന്ന വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന ആക്ടേഴ്സ് അല്ലാണ്ട് ആളുകൾക്ക് തീരെ പിടികൊടുത്ത ഒരു ആക്ടർ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റീവായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ കോൺട്രാക്റ്റുകൾ ഇപ്പം ബിനു അങ്ങനെയുള്ള 2 ആളുകളൊക്കെ വന്ന് നിൽക്കുമ്പോൾ വിഷ്വലി ഉള്ളൊരു ഇമാജിനറിയും കൂടെ ആലോചിച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര കഷണ്ടിയുള്ള ഒരാൾ, നല്ല കട്ടി മീശറുള്ള ആൾ, ഒരു ഫിസിക്കായിട്ടൊരാൾ എന്നൊക്കെ പറയുന്ന ഐഡിയാസ് ഉണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അൺഹെൽത്തി ആയിട്ടൊരാൾ. ഈ 2 കാറ്റഗറിയിലുള്ള അന്വേഷണങ്ങൾ അവസാനമാണ് പ്രകാശ് വർമ്മയുടെ ഫോട്ടോ തന്നെ സുനിലേട്ടനാണ് കാണിച്ചത്. ഇങ്ങനെ ഒരാളുണ്ട്, അഭിനയിക്കുമെന്ന് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രേറ്റ് ഫാൻ ഓഫ് പ്രകാശ് വർമ്മ. നിർവ്വാണയുടെ ആർട്സൊക്കെ നമ്മളെപ്പോഴും പുതിയ ക്രിയേറ്റീവ് തോട്ട്സിന് കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു എനിക്ക് തരുൺ ഓഡീഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, സ്ക്രീൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, കോസ്റ്റ്യൂം ട്രയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ പ്രോസസ്സിലൂടെയും ഒരു ന്യൂ കമർ പോലെ അദ്ദേഹം കടന്നു പോയി. എനിക്കും അദ്ദേഹത്തിനും ഒരു സ്റ്റേജ് എത്തിയപ്പം യെസ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോർജിന് 2 പേർക്കും മനസ്സിലായപ്പോൾ, 2 പേരും ഡയറക്ടേഴ്സാണ്, 2 പേർക്കും ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ ഈ പറയുന്ന ഓൺ സ്പോട്ടിൽ ഷോട്ടിന് മുന്നേ ഉള്ള ചില ഫീഡിങ്സുകളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ പൂർണ്ണമായിട്ട് തന്നെ അദ്ദേഹം കേൾക്കാൻ തയ്യാറായിരുന്നു. അദ്ദേഹം ഒരു വലിയ ഡയറക്ടറാണെന്നോ അതേപോലെ ലെജൻഡറി ഇത്ര അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ടെന്നോ ഒന്നും നോക്കാണ്ട് എനിക്കൊപ്പം വന്ന് നിന്ന് ഞാൻ പറയുന്നത് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് ആ
മനസ്സ്, വലിയ മനസ്സ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതിനകത്ത് നമ്മുടെ മജുവേട്ടൻ അച്ഛൻ്റെ ഒരു സീനുണ്ട്, ലാലേട്ടൻ്റെ കൈ പിടിച്ചിട്ട് ഒരു കോമ്പിനേഷൻ സീൻ. അത് ശരിക്കും ചെയ്യുമ്പോൾ തന്നേട്ടൻ്റെ മനസ്സിലെന്തായിരുന്നു? ഓൺ നേരിട്ട് കാണുമ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു? സന്തോഷം. കാരണം എന്നെ പോലെ തന്നെ ഒരു വലിയ മോഹൻലാൽ ഫാനാണ് അച്ഛൻ. അപ്പം എന്താ പറയുക, അച്ഛനങ്ങനെ എഴുതിയപ്പം തന്നെ അച്ഛനാണ് ആ വേഷം ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അതൊരു കോമ്പിനേഷൻ സീൻ വരും എന്നുള്ളതിന് എനിക്കറിയാമായിരുന്നു. അപ്പം അത് അങ്ങനെ ഒരു കോമ്പിനേഷൻ കൈ പിടിച്ച് നടക്കാൻ പറ്റി. അല്ലെങ്കിൽ ലാലേട്ടനുമായിട്ടൊരു ഡയലോഗോ ഡെലിവറി, അത് തിയേറ്ററിൽ ആ സീനിന് ആളുകൾ ചിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഒരു പണ്ട് സാധിക്കാതെ പോയ ഒരു സംഭവം കൊടുത്തെന്ന് തോന്നുന്നു. അച്ഛനങ്ങനെ അഭിനയിക്കാൻ നടന്ന ആളൊന്നുമല്ല. അച്ഛനങ്ങനെ ഞാനാണ് അഭിനയിക്കാൻ നടന്ന ആൾ. അച്ഛനങ്ങനെ യാതൊരു രീതിയിൽ അഭിനയിക്കാൻ നടന്ന ഒരാളേ അല്ല. അച്ഛന് എന്താ, ഞാൻ എഴുതുന്ന തിരക്കഥയ്ക്കൊക്കെ ഒപ്പം എല്ലാ വായിച്ച അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാണ്. അങ്ങനെ വന്നതാണ്. 100 കോടി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടൂൾ മാത്രമേ ഉള്ളൂ. ഇതൊരു സിനിമ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഞങ്ങൾ ചെയ്തു, അത് നിങ്ങൾ സ്നേഹിക്കുക, ഞങ്ങൾ ആ സ്നേഹം അറിയുന്നുണ്ട്. താങ്ക് യു.